പേടിപ്പിക്കുന്നതും അതിനോടൊപ്പം തന്നെ രസിപ്പിക്കുന്നതുമായ 10 അത്ഭുതങ്ങൾ. എല്ലാവർക്കും ഓൺലൈൻ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ രോമാഞ്ചം കൊള്ളിക്കുന്ന ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്പർ 1, സിപ്പ് വേൾഡ് വെലോസിറ്റി. ഒരു പക്ഷിയെ പോലെ ആകാശത്തിൽ പറന്നു പോകുവാനും കൂടെ താഴെയുള്ള കാഴ്ചകൾ കൂടി കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലം സിപ്പ് വേൾഡ് വെലോസിറ്റി എന്നറിയപ്പെടുന്ന സിപ്പ് വേൾഡ് പെൻറൈൻ കോറിയാണ്. 3 നോർത്ത് വെയിൽസിലും 1 സൗത്ത് വെയിൽസിലുമായി ഇങ്ങനെ 4 സൈറ്റുകളിലായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയതും യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയതുമായ സിപ്പ് ലൈൻ ആണിത്. ഈ താഴ്വാരത്തിന് മുകളിലൂടെ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ നിങ്ങൾ പറക്കുകയാണ് ഇവിടെ ചെയ്യുക. അതും തറനിരപ്പിൽ നിന്ന് 500 അടിക്ക് മുകളിൽ മണ്ണും മരങ്ങളും ചെടികളും ക്വാറികൾക്കും മുകളിലൂടെയാണ് സഞ്ചരിക്കുക. നമ്പർ 2, 500 അടിയുള്ള ഹൈ ബ്രിഡ്ജ്. ചൈന അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ലോകത്തിലുള്ള ഒട്ടുമിക്ക പ്രൊഡക്റ്റുകൾക്കും ചൈന കോപ്പി ഇറക്കുന്നത് കൊണ്ട് ചൈന എന്ന് കേട്ടാലേ ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ് എല്ലാവരുടെ മനസ്സിലേക്കും ഓടിയെത്തുക. പക്ഷേ ഉയരങ്ങൾ ഇഷ്ടപ്പെടുന്ന സാഹസിക പ്രേമിയാണ് നിങ്ങളെങ്കിൽ ചൈനയിലെ ഈ ബ്രിഡ്ജ് നിങ്ങൾ തീർച്ചയായും സന്ദർശിക്കണം. ഗിന്നീസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ള ഈ പാലം തറനിരപ്പിൽ നിന്നും 400 അടി ഉയരത്തിലാണുള്ളത്. പക്ഷേ ഈ പാലത്തിലൂടെ നടക്കണമെങ്കിൽ കാല് മാത്രം പോരാ, നല്ല ചങ്കൂറ്റവും വേണം. അത്രയ്ക്കും ഈ പാലത്തിനുള്ള പ്രത്യേകത എന്താണ്? 262 ഫീറ്റ് ദൂരമുള്ള ഈ പാലം പൂർണ്ണമായും ഗ്ലാസ് നിർമ്മിതമാണ്. അതായത് നിങ്ങളുടെ ഓരോ ചുവടും മഞ്ഞുതുള്ളികൾ പതിഞ്ഞിരിക്കുന്ന ഗ്ലാസിലൂടെയായിരിക്കും. താഴെയുള്ള ചൈനീസ് താഴ്വാരം നിങ്ങൾക്ക് കണ്ടുകൊണ്ട് തന്നെ നടക്കാം. ഈ ചൈനീസ് പാലത്തിലെ മറ്റൊരു പാലമാണ് ഈ കാണുന്നത്. ഓരോ പട്ടികകൾക്കിടയിലുള്ള ഗ്യാപ്പ് കൂട്ടാനും കുറക്കുവാനും സാധിക്കും. ഈ പാലമാകട്ടെ ഭൂനിരപ്പിൽ നിന്ന് 500 അടിക്ക് മുകളിലാണ്. ആ പിന്നിൽ കാണുന്ന സേഫ്റ്റി റോപ്പ് മാത്രമായിരിക്കും നിങ്ങളുടെ ആകെ പിടിവള്ളി. നിങ്ങളുടെ ചങ്കൂറ്റത്തിനനുസരിച്ച് ഓടുകയോ ചാടുകയോ നടക്കുകയോ ചെയ്യാം. എങ്ങാനും ആ സേഫ്റ്റി റോപ്പ് പൊട്ടി നടക്കുന്ന ആൾ താഴോട്ട് പോയാൽ ഇന്ന് അയാളുടെ ഒരു പൊടി പോലും കാണൂല. ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായി. പക്ഷെ അയാൾ നടന്ന് മറ്റേ അറ്റത്തേക്ക് എത്തിയപ്പോഴാണ് റോപ്പ് പൊട്ടിയ കാര്യം അറിയുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് 2ാം ജന്മമായിരിക്കാം. അയാളുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്പർ 3, സ്ലിംഗ് ഷോട്ട്. നിങ്ങളിൽ പലരും ആംഗ്രി ബേർഡ് ഗെയിം കളിച്ചിട്ടുണ്ടാകും. അതല്ലെങ്കിൽ കുട്ടിക്കാലത്ത് കവണ അല്ലെങ്കിൽ തെറ്റാലിയിൽ കല്ല് വെച്ച് കാക്കകളെ ഓടിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ മാങ്ങ എറിഞ്ഞിട്ടുണ്ടാകും. ആ തെറ്റാലിയിലെ കല്ലുകളെ പോലെ തന്നെ നമ്മളെയും അന്തരീക്ഷത്തിലേക്ക് എടുത്തെറിയപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാകും? ആ അനുഭവം തന്നെയാണ് സ്ലിംഗ് ഷോട്ട് റൈഡുകളും നൽകുന്നത്. ഇത് ഫൺ ടൈമിന്റെ ഫെയർ അമ്യൂസ്മെന്റ് പാർക്കിലാണുള്ളത്. ഇതിൽ സെഡാർ പോയിന്റിലുള്ള സ്ലിംഗ് ഷോട്ട് റൈഡിനെ കുറിച്ച് നോക്കാം. 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ക്യാപ്സ്യൂൾ ബാഗ് 2 വശങ്ങളിലുള്ള കൂറ്റൻ ടവറുകളുമായി ധാരാളം സ്ട്രിങ്ങുകൾ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഇതിൽ കയറിയിരിക്കുകയാണെങ്കിൽ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ 360 അടി ഉയരത്തിലേക്ക് പറന്നുയരും. അവിടെ കൊണ്ട് തീർന്നില്ല. തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തുന്നതിന് മുമ്പ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളെ 2 തവണ ബൗൺസ് ചെയ്യിക്കും. നമ്പർ 4, അണ്ടർഗ്രൗണ്ട് റോളർ കോസ്റ്റർ. റോളർ കോസ്റ്റർ റൈഡുകൾ പൊതുവെ വളരെയധികം ത്രില്ലിംഗും അതേസമയം പേടിപ്പിക്കുന്നതും കൂടിയാണ്. അപ്പോൾ ഭൂമിക്കടിയിലേക്ക് വീഴുന്ന റോളർ കോസ്റ്റർ ആണെങ്കിൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാകും? കൊളറാഡോവിലെ ഗ്ലെൻവുഡ് കാവൻസ് അഡ്വഞ്ചർ പാർക്ക് മുന്നോട്ട് വെക്കുന്നത് അത്തരം ഒരു അനുഭവമാണ്. ഇത് ലോകത്തിലെ തന്നെ ആദ്യത്തെ അണ്ടർഗ്രൗണ്ട് റോപ്പാണ്. വേഗത്തിൽ കുത്തനെയുള്ള കയറ്റവും ഇറക്കവും ഭയപ്പെടുത്തുന്ന വളവും തിരിവുമൊക്കെ കഴിയുമ്പോഴും നിങ്ങളുടെ ശ്വാസം ബാക്കിയുണ്ടാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ അണ്ടർഗ്രൗണ്ട് റോളർ കോസ്റ്ററിൽ പോകാൻ തയ്യാറെടുത്തോളൂ. സംഭവത്തിന്റെ യഥാർത്ഥ അനുഭവത്തിന് വേണ്ടി ഒരു മൈനിങ് ഏരിയയുടെ ഇരുട്ടും ഗന്ധവും എല്ലാം ഇതിന് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. നമ്പർ 5, ഫ്ലൈ ഇൻ വൈറ്റ്ലെസ്നെസ്. അന്തരീക്ഷത്തിൽ അപ്പൂപ്പൻ താടി പോലെ പറന്നു നടക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇതൊക്കെ സാധിക്കുമോ എന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത്? Air0G എന്ന കമ്പനി ഇതിനും ഒരു അവസരം ഒരുക്കുന്നുണ്ട്. അതിന് ഭൂമിയുടെ പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യവുമില്ല. 0G കമ്പനിയുടെ എയർബസ് A310
എന്ന വിമാനത്തിൽ ഇത്തരത്തിൽ ഒരു ഗുരുത്വാകർഷണത്തിന്റെയും സ്വാധീനമില്ലാതെ നിങ്ങൾക്ക് പറന്നു നടക്കാം. പ്രധാനമായും ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കുള്ളതാണെങ്കിലും നിങ്ങൾക്ക് ഇതിനോട് താല്പര്യവും നിങ്ങളടുത്ത് പണവും ഉണ്ടെങ്കിൽ ആർക്കും ഈ ഭാരമില്ലായ്മ ആസ്വദിക്കാം. നമ്പർ 6, എക്സ്ട്രീം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു അതിസാഹസികമാണിത്. ഇത് എക്സ്ട്രീം എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നതും. ഇത് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലെ ലാസ് വേഗസിലാണ്. ലാസ് വേഗസിലെ പ്രസിദ്ധമായ ഇന്ന് സ്ട്രാറ്റ് എന്ന് വിളിക്കുന്ന സ്ട്രാറ്റോസ്ഫിയർ ടവറിലാണ് ഇതുള്ളത്. 900 അടിയോളം ഉയരമുള്ള ഒരു കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിൽ സീസോയിൽ എന്ന പോലെ ചലിക്കുന്ന ഈ വാഹനത്തിന് പ്രത്യേകിച്ച് അടപ്പുകളൊന്നുമില്ലാത്ത തുറന്ന ഭാഗങ്ങളാണുള്ളത്. ഒരേ സമയം 8 പേർക്ക് ഇരിക്കാവുന്ന ഈ വാഹനത്തിൽ ഓരോരുത്തരെയും സീറ്റുമായി എസ്കേപ്പ് പ്രൂഫ് ടെക്നോളജിയിലൂടെ ബന്ധിപ്പിച്ചിരിക്കും. ഈ കാഴ്ചകൾ കണ്ടാൽ തന്നെ ആരായാലും ഞെട്ടിപ്പോകും. സീസോയിൽ എന്ന പോലെ ചലിക്കുന്ന ഈ ട്രാക്കിലൂടെ ഈ വാഹനം മണിക്കൂറിൽ 30 മൈൽ വേഗതയിൽ ചലിച്ചുകൊണ്ട് ഒരറ്റത്തേക്ക് എത്തും. ട്രാക്കിന്റെ അറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞാലുടനെ ഏകദേശം 27 അടി വരെ ഉയർത്തി ഇതിൽ നിങ്ങൾ കാണുന്ന രീതിയിൽ തന്നെ വീണുപോകും എന്ന മട്ടിൽ താഴോട്ട് ചലിക്കും. ഈ വാഹനത്തിൽ 2 കണ്ണും തുറന്നിരിക്കാനുള്ള ചങ്കൂറ്റം നിങ്ങളിലുണ്ടെങ്കിൽ ലാസ് വെഗാസ് നഗരത്തിലെ സൗന്ദര്യം നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. നമ്പർ 7, സ്കൈ ടവർ. തറനിരപ്പിൽ നിന്നും 190 അടി ഉയരത്തിലുള്ള ഒരു റെസ്റ്റോറന്റ്. പക്ഷേ ഇതൊരു സാധാരണ റെസ്റ്റോറന്റ് അല്ല. ഈ റെസ്റ്റോറന്റ് ഓരോ മണിക്കൂറിലും 360 ഡിഗ്രി കറങ്ങിക്കൊണ്ടിരിക്കും. അവിടെ ഇരുന്നു കൊണ്ടുള്ള ഒരു ഡിന്നർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാകും? നിങ്ങൾ ഈ കാണുന്നത് ന്യൂസിലാൻഡിലെ സ്കൈ ടവറിലുള്ള ഓർബിറ്റ് 360 ഡിഗ്രി ഡൈനിങ് എന്ന റെസ്റ്റോറന്റ് ആണ്. ഈ റെസ്റ്റോറന്റ് മാത്രമല്ല സ്കൈ ടവറിന്റെ ആകർഷണം. 186 മീറ്റർ ഉയരത്തിലിരുന്ന് നഗരത്തിന്റെ 360 ഡിഗ്രിയിലുള്ള ദൃശ്യങ്ങളും കാണാൻ സാധിക്കും. സ്കൈ ഡെക്ക് എന്നറിയപ്പെടുന്ന 220 മീറ്റർ ഉയരത്തിലുള്ള ഡെക്കിൽ നിന്നാണെങ്കിൽ നഗരത്തിന്റെ 82 കിലോമീറ്റർ ദൂരം വരെയുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും. ഇതിനു പുറമെ 192 മീറ്റർ ഉയരത്തിൽ നിന്നുള്ള ഒരു സ്കൈ ജമ്പിങ്ങും ഇവിടെയുണ്ട്. ഇനി നിങ്ങൾക്ക് സ്കൈ വാക്ക് ഇഷ്ടമാണെങ്കിൽ 192 അടി ഉയരമുള്ള കെട്ടിടത്തിന്റെ 1.2 മീറ്റർ വീതിയുള്ള പ്ലാറ്റ്ഫോമിലൂടെ സർവ്വ സുരക്ഷകളോട് കൂടി തന്നെ കെട്ടിടത്തിന്റെ ചുറ്റും നടന്നു കാണാം. നിങ്ങൾ ഉയരങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായും ന്യൂസിലാൻഡിലെ സ്കൈ ടവർ സന്ദർശിക്കുക തന്നെ വേണം. നിങ്ങളൊരു സാഹസിക പ്രേമിയാണെങ്കിൽ ഞങ്ങൾ ഈ പങ്കുവെച്ച ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.